ഡിസി ചെയർമാൻ സാർ. मुझे मलयालम तो नहीं आती है, परंतु 16 सितंबर से जो चल रहा है उसमें दूसरे को यह तो बुरा ना माने, सबसे ज्यादा मजा मुझे आ रहा है और उसका सबसे बड़ा कारण है ये रम्या और नोबल। मैं आज इनको साइन कर रहा हूँ आगे की रोमांचक यात्रा के लिए। बहुत बहुत धन्यवाद। तैयार आप? वेरी गुड, गुड ജോബ്. സാറ് പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായി കാണും. രൂപാന്തര യാത്ര തുടങ്ങിയതിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ആണ്. തുടർന്നുള്ള രൂപാന്തര യാത്രയിലേക്ക് അവരെ സാറ് ക്ഷണിക്കുകയാണ് ചെയ്തത്. താങ്ക് യു സർ. और भी बहुत सारे कारण हैं ज्यादा मजा आने के, जितना कुछ मैं बताऊंगा और कुछ मन में भी रखूंगा आगे के लिए। तो सबसे पहला कारण तो मैंने बता ही दिया। दूसरा कारण जो वो आए थे गुलाटी इंस्टीट्यूट से, और शायद आप सबको याद होगा उन्होंने कुछ ऐसी बातें बोली थी जिसको सुनने के लिए हम लालायित रहते हैं. എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാണെന്ന് പറഞ്ഞതില് പല കാരണങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാൻ പറ്റുള്ളൂ, കുറച്ച് ഞാൻ പറയില്ല. അതിൽ രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫായിരുന്ന ഡോക്ടർ തോമസ് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. बहुत बड़ी बड़ी बातें बोली थी इन्होंने. कभी भी गवर्नमेंट बॉडी हमेशा हमारी वीकनेस या कमियां देखती है और उनको फुलफिल करना बड़ा मुश्किल काम होता है. लेकिन उन्होंने अपने मुंह से बोला है कि डायरेक्ट सेलिंग का रियल मॉडल है यार. അതായത് ഗവൺമെന്റ് ഏജൻസീസ് നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത്. ചരിത്രം പരിശോധിക്കുമ്പോൾ 25 വർഷത്തെ നമ്മുടെ ജേണിയിൽ ഇന്ന് അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഇവിടുന്ന് പറഞ്ഞതാണ് യഥാർത്ഥ ഡയറക്ടറിന്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആസ്യമാണെന്നാണ്. थर्ड रीजन जो मुझे आज बहुत बहुत ज्यादा अच्छा लगा, मैंने बहुत सारे बेटों को अचीवमेंट लेते हुए देखा. चाहे वो सीपी सर का बेटा हो, चाहे मूर्ति सर का बेटा हो, चाहे गोपाल सर का बेटा हो, बहुत सारे बीनू सर की वाइफ को मैंने आज पहली बार एक अलग अचीवमेंट लेते हुए देखा. तो जो बेटे आ गए हैं, तो जैसे मेरे को मेरे बेटे और बेटी जो आते हैं जो सेटिस्फेक्शन और फ्यूचर जो सेफ दिखता है और फ्यूचर जो बड़ा दिखता है, उसमें आने वाली जनरेशन का आना बहुत जरूरी है. മൂന്നാമത്തെ കാരണം, ഏറ്റവും സന്തോഷപ്രദമായ മൂന്നാമത്തെ കാരണം, ധാരാളം ചെറുപ്പക്കാർ നെക്സ്റ്റ് ജനറേഷൻ ആളുകൾ ഒത്തിരി പേര് ഇവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയതായിട്ട് കണ്ടു. അതുപോലെ സ്ത്രീകളുടെ സാന്നിധ്യം പറഞ്ഞത് എന്നോടൊപ്പം ഡോക്ടർ ഹരിമന്ദൻ, സുജിസാർ മകൻ
ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സുബിൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല ലീഡേഴ്സിന്റെയും മക്കള്, ചെറുമക്കൾ ഒത്തിരി പേര് ലേഡീസ് നമ്മുടെ ശിശിരിവാണം എന്ന സ്റ്റേജിൽ വന്നത് സാറ് പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഇനി വരുന്ന തലമുറയിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു പ്രതീതിയാണ് ഇത് ജനിപ്പിക്കുന്നത്. बाकी तो बहुत सारी चीजें हैं, आप हर चीज में बेस्ट परफॉर्मेंस पहले भी दिया है, अभी भी दे रहे हैं, चाहे वो कीसोर हो, चाहे ग्रोथ हो, चाहे डिपो टर्नओवर हो, चाहे स्टोर टर्नओवर हो, हर चीज में केरला वाकई में एक एग्जाम्पल है. हमारे लिए आरसीएम के लिए भी एक एग्जाम्पल है. ഓരോ സെഗ്മെന്റിൽ മാറ്റുന്നത് പലതരത്തിലും വ്യക്തിപരമായ പ്രവർത്തനത്തിലും സ്റ്റോറുകളുടെയും ബ്രാൻഡിന്റെയും ഒക്കെ പ്രവർത്തനത്തിലൊക്കെ നോക്കുമ്പോൾ കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള അഭിനന്ദനമാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾക്കുള്ള അഭിനന്ദനമാണ്. मेरे बारे में आप बहुत सारी जो बातें कहते हैं, मैं उसको क्लियर कर देना चाहता हूँ आज. आप लोग बांसुरी जानते हैं? फ्लूट ഓടക്കുഴൽ യെസ്. मैं एक्चुअल में हूँ बांसुरी, बजाने वाला कोई और है. जो वो बजाता है मैं वैसा बज जाता हूँ. मैं कुछ भी नहीं करता हूँ. मुझे जो भी प्रेरणाएं मिलती है ऊपर से, जो भी विचार आते हैं, जो भी थॉट्स आते हैं, वो बस मैं उसमें यस ये आदेश है और मुझे उस पर काम करना है, बस इतना ही करता हूँ. इससे ज़्यादा मैं कुछ भी नहीं करता. और अपने आप सब होता है. आप जैसे दोस्त मिलते हैं, अपने आप काम होते हैं. तो ये मैं अपने बारे में बहुत क्लियर करना चाहता हूँ. എന്നെ കുറിച്ച് ആളുകൾ ഒത്തിരി പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്നെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഓടക്കുഴൽ അറിയാമോ എന്നാണ് ചോദിച്ചത്. ഓടക്കുഴല് തനിയെ പാടാൻ പറ്റുമോ? പാട്ടുകാരന്റെ വിരുദ്ധാണ് ആ ഓടക്കുഴലിന് പുറത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പോ എനിക്ക് കിട്ടുന്ന ചിന്തകൾ, എനിക്ക് ദൈവം അല്ലെങ്കിൽ എനിക്ക് പരമാത്മാവ് എന്ന ആ തോട്ട്, ആ ശക്തി ഞാൻ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടി ചെയ്യുമ്പോഴാണ് ഓടക്കുഴലിൽ നിന്ന് നല്ല നാളം വരുന്നതോടെ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ നിങ്ങളെ പോലെയുള്ള നല്ല സുഹൃത്തുക്കളാണ് ആശിമിനെ ആളിലെത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ തീർച്ചയായും അതും ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം ഓരോരുത്തരും വിളിക്കുന്നത് നിങ്ങളാണ്. നല്ലൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ്. रूपांतरण यात्रा भी एक ऐसा ही विचार है जो ऊपर वाले से मिला हुआ है, और उस विचार के पीछे बहुत कुछ है, बहुत सारा प्रोजेक्ट है उसके पीछे. वो मैं बताऊंगा आपको. जो भी आए मेरे विचार, क्यों है रूपांतरण यात्रा. ये कोई छोटी मोटी घटना नहीं है, कोई उत्सव की बात नहीं है. ये रूपांतरण है. कुछ और भी नाम हो सकता था, सेलिब्रेशन प्रोग्राम भी हो सकता था, ये सिल्वर जुबली प्रोग्राम भी हो सकता था, पर रूपांतरण यात्रा जो शब्द आया है, इसके पीछे साथियों बहुत बहुत बड़ा मैसेज है जो मैं आपको जरूर बताना चाहूंगा. പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ചിന്തകളാണ് ഓരോ കാര്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോ ഈ രൂപാന്തര യാത്ര എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ്. അത് ആലോചിച്ച് നോക്കുക. എന്ത് ചെയ്യണം? ഇതൊരു വ്യത്യസ്തമായ തീരുമാനമാണ്. ആശിമിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ആ ഒരു വാക്കിന്റെ അർത്ഥം, ഇത്ര വലിയൊരു കാര്യം ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനൊരു പേര് പോലും എനിക്ക് കിട്ടിയ പ്രേരണയാണ്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. मैं अनुरोध करूंगा, अब जो मैं आपको बोलने वाला हूँ उसको आप मेरी तरफ से नहीं सुनेंगे, उसको
उसको आप सुनेंगे, एग्जिस्टेंस की एक आवाज है हम सबके लिए, अस्तित्व की आवाज है, उसको हम सुनेंगे. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നതായിട്ടായിരിക്കരുത്, മറിച്ച് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ആധാരം എന്താണോ അവിടുന്ന് വരുന്ന ഒരു ചിന്തയായിട്ട്, അവിടുന്നുള്ള ഒരു പ്രേരണയായിട്ട് നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മുടെ നിലനിൽപ്പിന് ആധാരം എന്താണോ അവിടുന്നുള്ള ഒരു പ്രേരണയായിട്ട് നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. सबसे पहला जो बात है उसका रूपांतरण यात्रा के माध्यम से हमें इस देश के हर घर में एक आवाज पहुंचानी है, सच्चाई की आवाज, पवित्रता की आवाज, स्नेह की आवाज और एक ऐसे राष्ट्र का निर्माण करने की आवाज जहां सिर्फ और सिर्फ 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 हम सब एक हो जाए, ये पूरा देश एक हो जाए, एक बंधन में बन जाए. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും എത്തിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. यदि हम सब ठान लेते हैं, अगर हम इस आवाज को आदेश मान लेते हैं, उसके अनुसार हम अपने अंदर रूपांतरण करने, हमें भीतर के रूपांतरण, अंदर के रूपांतरण करने, हमारी इच्छाओं को रूपांतरित करना है. हमें अपने लिए नहीं जीना है, हमें इस देश दुनिया के लिए जीना है. हमारे से ऊपर होना चाहिए आरसीएम. हम आरसीएम नहीं कर रहे हैं, आरसीएम हमारे से बहुत ऊपर की बात है. हम उसके सेवक है, हम उसके आदेश पे चलने वाले सेवक है, सेना है. അതായത് ഇന്ത്യയിലെ ഓരോ വീടുകളിലും ആശയുടെ നന്മ എത്തിക്കണമെങ്കിൽ നമുക്ക് സ്വയം കിട്ടാവുന്ന നേട്ടത്തെക്കാൾ ഉപരി അവനവന്റെ കാര്യത്തെക്കാൾ ഉയർന്ന തലത്തിൽ ആശനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനൊരു ചിന്താഗതിയോടുകൂടി ഇത് ഒരു എന്താ പറയുക, ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ശക്തി എന്താണോ അവിടെ നിന്നുള്ള ഒരു നിർദ്ദേശമായി കണ്ടുകൊണ്ട് അവനവന് വേണ്ടതിനേക്കാൾ ഉയർന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ആശിനെ ഇന്ത്യയിലെ ഓരോ ഭവനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. അതിന് തയ്യാറാണോ? അതിന് തയ്യാറാണോ? Are you ready? Yes. मूर्ति जी, मुझे पता है अच्छी तरह से, क्योंकि मैं अभी बोल रहा था जो आदेश मिला है, मैं अपनी तरफ से बोलता हूँ. ये सब काम जब हमें बताया जाता है तो हमारा मन एक ऐसा बोलता है कि बहुत मुश्किल काम है, ये हमारे बस की नहीं है, या हम इतना पेन क्यों ले, हम अपने आप को इतना कैसे बदलेंगे. बहुत सारे सवाल जब हम अपनी ओर से सोचने लगते हैं तो आते हैं, मेरे भी मन में आते हैं, निश्चित तौर पे आपके मन में भी आ रहे होंगे कि पूरे देश को बदलना, जहाँ इतना प्रॉब्लम्स है, इतनी नफरत, ईर्ष्या, धोखा, चोरी, फरेब, यहाँ जहाँ सब कुछ आदमी इतना स्वार्थ से जी रहा है, वहाँ हम इतना बड़ा बदलाव लाना चाहते हैं कि सब आपस में स्नेह बंधन में एकता में आ जाए. बड़ा मुश्किल लगेगा आपको साथियों, मुश्किल लगेगा. ये मैं पहले आपको याद दिला रहा हूँ, उसके बाद मैं आपको आगे की बात बताऊंगा. അതായത് സത്യസന്ധത, സ്നേഹം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്ക് പലർക്കും തോന്നിയേക്കാം. ശരിയാണ്, ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നാൽ കാരണം നമ്മൾ കാണുന്ന മുഴുവൻ സമൂഹത്തിലുള്ള തിന്മകളാണ്. മോഷണം, ഉപദ്രവം, അല്ലെങ്കിൽ കള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് തനിയെ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട്, അസാധ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. परंतु अब वापस फिर मैं उसी की बात कहना चाहूंगा. उसका इशारा ये है, आपको जो जीवन मिला है, लोग
गए, खुद को भूल गए, इंसानियत को भूल गए, अपने अस्तित्व को भूल गए कि हम इस धरती पर क्यों आए हैं। ऊपर वाला कहता है आरसीएम तुम्हारा पेट भरने के लिए नहीं है, आरसीएम पैसा कमाने के लिए नहीं है, आरसीएम नए भारत के निर्माण के लिए। ആ ഡെസ്റ്റിനി നമ്മോട് പറയുന്നത് നിങ്ങളുടെ വയർ നിറയ്ക്കാനോ നിങ്ങൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇന്ത്യയിലെ സമസ്ത പുരോഗതിക്ക് ഉള്ള ഈ അവസരം ജനങ്ങളിൽ എത്തിക്കുക, അങ്ങനെ ഇന്ത്യയെ നവീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഓരോ പടയാളികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. इससे जब बात होती है तो मैं भी पूछता हूँ कि दुनिया को भी पैसा चाहिए, उसको पैसे के अलावा कोई ज्यादा इच्छा ही नहीं है। पैसे की बात करो तो दुनिया बहुत जल्दी सुनती है और बाकी बातों में बहुत जल्दी उदासी आती है। लोग ज्यादा सुनना नहीं चाहते हैं बदलाव की बात, रूपांतरण की बात, अच्छाई की बात, अच्छे समाज की बात। तो क्या करेंगे? तो जवाब क्या आता है? सुनना चाहते हैं? कौन कौन सुनना चाहते हैं? ജവാബ് എല്ലാവർക്കും പൈസയെ കുറിച്ച് കേൾക്കാനാണ് ആഗ്രഹം. ബാക്കി എന്ത് പറഞ്ഞാലും ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആരോഗ്യത്തെ കുറിച്ചോ സ്നേഹത്തെ കുറിച്ചോ സംസ്കാരത്തെ കുറിച്ചോ പറഞ്ഞാൽ കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല. പൈസയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകം പോകുന്നത് അങ്ങനെ പൈസയുടെ പുറകെയാണ്. എന്നാൽ അതിനൊരു മറുപടിയുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇങ്ങനെ പറയാൻ പറ്റില്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? तो ऊपर वाला क्या कहता है? वो कहता है तुमको पैसा चाहिए, तुमको सफलता चाहिए, तुमको आरोग्य चाहिए, तुमको सम्मान चाहिए, तुमको बहुत सारी जो भी चीजें चाहिए वो तभी मिल सकती है जब तुम वो करो जो मैं तुम्हें कह। അതായത് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അതും, ആരോഗ്യം വേണമെങ്കിൽ അതും, സന്തോഷം വേണമെങ്കിൽ അതും, കൂട്ടായ്മ വേണമെങ്കിൽ അതും, അങ്ങനെ എല്ലാ തരത്തിലുള്ള വളർച്ച നിങ്ങൾക്ക് ഞാൻ തരാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ. കേൾക്കാൻ തയ്യാറാണോ? ആരാ പറയുന്നത്? TCG അല്ല. അത് കൈപൊക്കിയ പോലെ ചാരാ പറയുന്നത്. അതാ പറഞ്ഞത് ഇതിവിടെ വരാൻ കഴിയുന്നത് ഭാഗ്യമുള്ളവരാണ്. ऊपर वाले से सुनना। तो ऊपर वाला कहता है कि आप पैसे की चिंता छोड़ो, और उसने आरसीएम बनाया ऐसा है कि आप आरसीएम को आरसीएम की वैल्यूज के लिए करो, दुनिया को अपना बनाओ, उन्हें एक सिस्टम में ले, एक बंधन में ले। पैसे की आप चिंता करना छोड़ दीजिए, पैसा ही पैसा होगा, पैसा ही पैसा होगा, आनंद ही आनंद होगा, और कोई जीवन में कमी नहीं रहेगी। पर करना की शर्त एक ही है, और वो सबसे पहले होना चाहिए आपस का स्नेह। आप वो करो, बाकी चिंता मेरे ऊपर छोड़ो, मैं ऊपर वाले की तरफ से आपको कह रहा हूं। അപ്പോ മുകളിൽ കിട്ടുന്ന നിർദ്ദേശങ്ങളാണ്, നിങ്ങൾ പൈസയെ കുറിച്ച് ആലോചിക്കുക വേണ്ട. ഈ നല്ല സിസ്റ്റത്തിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും കൊണ്ടുവരിക. സ്നേഹത്തോടെ ഈ സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക. ഈ സിസ്റ്റം എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ സിസ്റ്റം നമുക്ക് തരും. दोस्तों, अगर बड़ा चाहिए ना, बहुत बड़ा, जितना हम सोच भी नहीं सकते, तो अपन तो उसी के कहे अनुसार चल पड़ते हैं। मैं तो चल पड़ा हूँ। जो भी है जीवन, जितना भी बचा है, जो भी है, जो सोच, जो शरीर, जितना भी है, मेरा एक ही मकसद है, इस दुनिया को आपस में जोड़ना। यही मकसद है मेरा। അപ്പോ ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു ഒരുപാട് എനിക്ക് കിട്ടിയതോടുകൂടി എന്റെ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ ഈ നന്മയിലേക്ക് കൂട്ടിച്ചേർക്കുക, ആളുകളെ മുഴുവൻ ഈ നന്മയിലേക്ക് കൂട്ടിച്ചേർക്കുക. ഈ സ്നേഹത്തിലേക്കും ഈ ആരോഗ്യത്തിലേക്കും ഈ സത്യസന്ധതയിലേക്കും ആളുകളെ മുഴുവൻ കൂട്ടിച്ചേർക്കുക. ആ ഒറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ തയ്യാറാണോ?
നിങ്ങൾ തയ്യാറാണോ? तो इसमें मुझे तो बहुत अच्छा भी लग रहा है, मुझे सब कुछ मिल भी रहा है। कौन मुझे केरल में आके इतना स्नेह देता? मेरी तो हैसियत नहीं थी, मुझे कौन जानता, मुझे कौन पूरे देश में इतना जानता, मेरे पास कैसे इतना पैसा होगा? ये तो एक व्यापार करता था, मेरे पास इसके मुकाबले 1% भी नहीं था। खूब पैसा भी मिल रहा है, सम्मान भी मिल रहा है, स्नेह भी मिल रहा है, जीवन का एक बहुत बेहतरीन अनुभव मिल रहा है। सबसे बड़ी बात मेरा जो अचीवमेंट है, हम जीवन को यही गुजार लेते हैं। मुझे लग रहा है 100 जन्म में जो लोग नहीं करते, हमें एक जन्म में करने का मौका मिल रहा है। इससे ज्यादा क्या चाहिए? അതായത് ഞാനൊരു സാധാരണ കച്ചവടക്കാരനായ സാധാരണ വ്യാപാരം ചെയ്തിരുന്ന ആളാണ്. എനിക്കതിനോട് ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ, ആശുപത്രിയിലേക്ക് വന്നപ്പോൾ എനിക്കെന്താണ് ഇല്ലാത്തത്? എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു, അതുപോലെ ഇത്രയും വലിയ ഒരു സൗഹൃദം, സ്നേഹം, സമ്മാനം, ആദരവ്, ബഹുമാനം, അങ്ങനെ ആളുകളിലേക്ക് ഇതിൽ കൂടുതൽ ഒരാൾക്ക് എന്താണ് വേണ്ടത്? പറഞ്ഞത് 100 ജന്മം കൊണ്ട് നേടാൻ കഴിയാത്തത് ഈ ഒരു ജന്മം കൊണ്ട് നേടിക്കഴിഞ്ഞു എന്നാണ്. अभी हमें एक बारी आ गई, हमें रिजर्वेशन लेना, एक ओथ लेना, एक संकल्प लेने कि हम कुछ उसके अनुसार हम डिसाइड करें, कुछ कमिटमेंट करें पक्का। നമ്മള് ഒരു പ്രതിജ്ഞ എടുക്കേണ്ട അവസരമാണ്. നമ്മള് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല. അത്തരത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം ആഗതമായിരിക്കുന്നു. पहला कमिटमेंट सेवनम आरोग्यम संस्कारम। ये केवल शब्द नहीं है, ये हमारी रूह, ये हमारी आत्मा है, ये हमारा दिल है, हमारे सोच में हमारा जीवन इन्हीं बातों पर चलना चाहिए कि हम दुनिया को स्वस्थ करें, दुनिया की सेवा करें और एक वैल्यू जो उनकी जीवन मूल्य उनकी स्थापना करें। पहला संकल्प हमारा ये। അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? സാധാരണ മലയാളത്തിൽ പറഞ്ഞിട്ട് കൈയടിക്കാതിരിക്കുന്ന ആളുകളെ ഞാൻ ആലോചിക്കുന്നത്, സേവനം, ആരോഗ്യം, സംസ്കാരം, ഈ 3 കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം, അത് നമ്മുടെ ഒരു പ്രതിജ്ഞയാവണം. തയ്യാറാണോ? Are you ready? Yes. मैंने एक चीज बोली थी, याद रखना, शब्द नहीं है, शब्दों से और ये हाथ खड़ा करने से काम नहीं चलेगा, इसको जीवन का आधार देना, इसी के लिए ही जीना है। और कोई जीवन के मकसद जितने भी है उनको हटा दीजिए लाइफ में। एक ही मकसद, सेवनम आरोग्यम संस्कारम, इसी के लिए। അതായത് ഇവിടെ ഇരുന്ന് കൈയടിച്ചത് കൊണ്ടോ കൈയൊത്തിയതുകൊണ്ടോ യേശു പറഞ്ഞതോ കാര്യമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇത് നമ്മുടെ ഭാവമായിട്ടും ചിന്തയായിട്ടും പ്രവൃത്തിയായിട്ടും മാറ്റണം. അതല്ലാതെ വേറൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുന്തിയ പരിഗണന, പ്രഥമ പരിഗണന ആശുപത്രി കൊടുക്കണം. അപ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഫലം നമുക്ക് നേടാൻ കഴിയുക. മനസ്സിലായോ? दूसरा हम संकल्प लेंगे, इस आश्रम के कार्य को इतना पवित्र, इतना अनुशासित और इतना अच्छा बनाएंगे कि हिंदुस्तान का, मैं चलो वर्ल्ड वाइड बात नहीं करता हूँ, हिंदुस्तान का हर बच्चा अपने को कुछ भी प्रोफेशन चुनना हो, कैरियर चुनना हो, तो सबसे फर्स्ट प्रायोरिटी में नाम दिया जाना चाहिए आरसीएम। വേറെ ഇവിടുത്തെ പറയണ്ട, ഇന്ത്യയിലെ അടുത്ത തലമുറയിലെ കുട്ടികൾ അവരുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഏത് സെലക്ട് ചെയ്യണം എന്ന്
അവർ ചിന്തിക്കുമ്പോൾ ഒന്നാം സ്ഥാനമായിട്ട് വരേണ്ടത് ആശയമായിരിക്കണം. അങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയണം. तीसरा, हमें अपने आसपास, अपने रिश्तेदार, अपना परिवार जहाँ भी है, हमें आपसे उतने अच्छे तरीके से करना है, क्योंकि उनको वो चेक करते हैं आपको कि आपका वो कैसा है, मेरा करियर के लायक है कि उतना मेरा लाइफ का बारे में कुछ ऐसा मेरा जो प्रोफाइल है वो आर्शिंग करते हुए कुछ अच्छा कहलाएगा कि नहीं कहलाएगा, मेरी कोई मुझे लड़की अच्छी मिलेगी कि नहीं मिलेगी मैं अगर आर्शिंग करता हूँ, ग्रोथ इसमें कितनी है, कितना, वो सारी चीजें चेक करता है। नई पीढ़ी सब चीजें चेक करती है। तो हमें आर्शिंग को ऐसे करना है कि हर एग्जाम में छोटे बच्चे, परिवार, पड़ोसी, रिश्तेदार, हमारे टीचर, हमारे कलीग, सबको लगे कि सबसे अच्छा काम तो जिंदगी का यही है. അതായത് നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ നന്മയിലേക്ക് ആളുകളെ എത്തിക്കണമെങ്കിൽ എല്ലാവരുടെയും നോട്ടത്തിൽ ആവശ്യമായ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് എന്ന് ബോധ്യപ്പെടുന്ന തലത്തിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇത് എല്ലാവരിലേക്ക് എത്തിക്കണം. എല്ലാവർക്കും, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാര്, നമ്മുടെ അടുത്ത വീടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ മാറ്റം കണ്ടുകൊണ്ട് ഏറ്റവും മുന്തിയ പരിഗണന ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആശയമാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. और ये सब हम ठीक कर रहे हैं कि नहीं कर रहे हैं, इसका एग्जाम भी देने के लिए तैयार है क्या? कौन एग्जाम देने के लिए तैयार है? ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ആദ്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒരു പരീക്ഷ നടത്താം. അങ്ങനെ ഒരു പരീക്ഷ എഴുതാണെങ്കിൽ എത്ര പേര് തയ്യാറുണ്ട്? നിങ്ങൾ ചെയ്തതിന് തെറ്റും കുറവും പരിശോധിക്കുകയാണ്. റെഡിയാണോ? യെസ്. इसकी परीक्षा है आपकी रेगुलर ग्रोथ. ആ പരീക്ഷയാണ് നിങ്ങളുടെ റെഗുലർ ഗ്രോത്ത്. അതായത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ശരിയായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ പരീക്ഷയാണ് നിങ്ങളുടെ വളർച്ച. क्योंकि आप गलत तरीके से करेंगे, एक बार ग्रोथ ला सकते हैं, समटाइम्स ग्रोथ ला सकते हैं, लेकिन रेगुलर ग्रोथ के लिए आपको फेयर तरीके में आना ही पड़ेगा. അതായത് നിങ്ങൾ ശരിയായ രീതിയിലാണോ അല്ലയോ ചെയ്യുന്നത് എന്നറിയാൻ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ വളർച്ച വല്ലപ്പോഴും ഒരു വളർച്ച ഉണ്ടാകുന്നതും ചിലപ്പോഴൊക്കെ വളർച്ച ഉണ്ടാകുന്നതും സ്ഥിരമായ വളർച്ച ഉണ്ടാകുന്നതും ഇതിനെ നിങ്ങൾ തന്നെ വിലയിരുത്തൂ. സ്ഥിരമായ ഒരാൾക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ശരിയായി ചെയ്യുന്നു എന്നാണ്. അഥവാ സ്ഥിരമായ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ശരിയായി ചെയ്യുന്നില്ല എന്നാണ്. അതാണ് നമ്മുടെ പരീക്ഷ. അപ്പോ വളർച്ചയുടെ പെർസെന്റേജ്, വൈറ്റൽ അച്ചീവേഴ്സ് നിങ്ങൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ വൈറ്റൽ അച്ചീവേഴ്സിന് എല്ലാ മാസവും 100% ഗ്രോത്ത് നേടാൻ കഴിയും. ശരിയാണോ? പച്ച വരുന്നില്ല. വൈറ്റൽ അച്ചീവേഴ്സ് പറയുമ്പോൾ ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ വരെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും 100% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് സൈഡിൽ സ്ഥലത്തിലൂടെ വരുന്ന വോളിയത്തിന്റെ ഇരട്ടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിയായി നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറവ് വരുന്നുണ്ടെങ്കിൽ ചെറിയ പോരായ്മ ഉണ്ടെന്നാണ് അർത്ഥം. റോയൽറ്റികളെ സംബന്ധിച്ച് കുറഞ്ഞത് 50% വളർച്ച അതേപോലെ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം ശരിയാണ്. ഫുൾ മാർക്ക് അവർക്ക് കൊടുക്കാം. അവർക്ക് 50% ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ച് മാർക്ക് നമ്മുടെ മുടക്കേണ്ടി വരും. ടെക്നിക്കൽ അച്ചീവേഴ്സിന് പണി കൂടുതലാണ്. അതുകൊണ്ട് പെർസെന്റേജ് കുറച്ച് കുറച്ചിട്ടുണ്ട്. 25% ഗ്രോത്ത് നിങ്ങൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കിന് അർഹതയുണ്ട്. അത്രയും
ഗ്രോത്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് മാർക്ക് കട്ടാവും. മനസ്സിലായോ? കുറച്ച് പേർക്ക് മനസ്സിലായോ? മനസ്സിലായോ? വൈറ്റലിന് 100%, റോയൽറ്റിക്ക് 50%, ടെക്നിക്കൽ 25% ഗ്രോത്ത് എവരി മന്ത്, എല്ലാ മാസവും. അല്ലാതെ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോഴല്ല. മനസ്സിലായോ? അപ്പൊ ഉറക്കം പറഞ്ഞേ ഒരിക്കൽ കൂടി आपको जो ताकत लगानी पड़ेगी ना 125 के लिए, पहले उनको ग्रोथ के लिए भी ताकत लगानी पड़ती थी, रेगुलर ग्रोथ हो नहीं सकती। पर जब हमने थोड़ा सा ये सेवनम आरोग्यम संस्कारम पे काम करना शुरू किया तो रेगुलर ग्रोथ आई। आज इतने सारे अचीवमेंट मिले। आज जो शब्द आपको मुश्किल लग रहे साथियों, मुझे वो पिक्चर दिख रहा है, मुझे वो पता है ये मुश्किल नहीं है। आप किसी भी लिए बोलेंगे ये तो बहुत कम परसेंटेज आपको हम बताएंगे। ഇത് പലർക്കും ചിലപ്പോൾ പ്രയാസമെന്ന് തോന്നിയേക്കാം. ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. പറയാൻ ഇതുപോലെ ശബ്ദത്തിൽ പറയാൻ ആളുകൾ മടിച്ചിരുന്നു. പക്ഷേ ആ ചിന്ത, ആ തീരുമാനം, ആ പ്രമോഷൻ ശരിയായിരുന്നു എന്നാണ് ഇന്ന് വരെയുള്ള കണക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രോത്തിന്റെ ഫോർമുല ഉച്ചത്തിൽ പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അത് യാഥാർത്ഥ്യമാകുമെന്നാണ് സാധിക്കുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയാണ്. किसी की जरूरत भी है, चाहिए या चाहिए? ഇങ്ങനൊരു വളർച്ച ആവശ്യമുണ്ടോ? ശരിക്കും അങ്ങനെ ഗ്രോത്ത് ആവശ്യമുള്ള എത്ര പേരുണ്ട്? യെസ്, ഗ്രോത്ത് നേടണമെന്ന് ആഗ്രഹമുള്ളത്. യെസ്, चाहिए चाहिए तो इसका सीधा रास्ता है जो ऊपर वाले ने बता रखा है। इतने हम अच्छे बन जाएंगे, सर्विस, सेवा, इतनी सेवा करो कि पूरा इंडिया आपको आरसीएम को जानने लगे। इतनी सेवा करो। सेवा की एक्टिविटी ग्रुप में और इंडिविजुअल लेवल के लिए हम इंसान ही सेवा के लिए बन जाए। हम लोगों को स्वस्थ करना चाहिए, हम लोगों की गरीबी दूर करना चाहिए, हम लोगों के आपस के झगड़े मिटाना चाहिए, अच्छा समाज बनाना चाहिए। ये सेवा करो, स्वास्थ्य में काम करो, वो भी सेवा ही है। और सब आपस में एक जो है स्नेह है, वो स्नेह स्थापित करो। ये ग्रोथ ही ग्रोथ है, ग्रोथ ही ग्रोथ है। पूरा देश आपके साथ जुड़ेगा, पूरा देश, हर बच्चा आरसीएम के साथ आएगा। तो आप जो ग्रोथ चाह रहे हो उसका रास्ता यही रूपांतरण यात्रा का मकसद है। अगर रूपांतरण यात्रा होने के बाद में हम जो पहले की ग्रोथ हो रही है वैसा ही ग्रोथ कर रहे हैं तो ये रूपांतरण यात्रा अभी उसमें आपको आप जीत नहीं पाओगे। अभी कंपटीशन पूरे देश का हो गया है, पूरे देश में क्रांति हो गई है। अगर रूपांतरण यात्रा के बाद भी हम वही माइंड से उसी तरीके में चलेंगे तो ये तो रूपांतरण यात्रा हुई, ये तो नॉर्मल यात्रा हो गई, नॉर्मल सेलिब्रेशन प्रोग्राम हो गया। रूपांतरण यात्रा का मतलब हमने जो अब तक किया है वो एक सैंपल था, वो एक पायलट प्रोजेक्ट था। आरसीएम तो शुरू अब होगा। എങ്ങനെയാണ് ഈ ഗ്രോത്ത് നേടാൻ പറ്റുക? വളരെ സിമ്പിളാണ്. ഈ 3 കാര്യങ്ങൾ, സേവ, മനുഷ്യൻ പറയാതെ നല്ല കാര്യം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അപ്പൊ എന്താണ്? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആശയം ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവ. അങ്ങനെ ആരോഗ്യം എല്ലാവർക്കും കൊടുക്കുമ്പോൾ, ഈ നന്മ ആളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു നല്ല സംസ്കാരമായി മാറുന്നു. സ്നേഹം, സ്നേഹത്തിന്റെ മുമ്പിൽ തീരാത്തതൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നമ്മുടെ മഹാരാജ്യത്തെ മുഴുവനും കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഈ രൂപാന്തര യാത്ര എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ നന്മ എത്തിക്കുക. അതിനുള്ള മുദ്രാവാക്യമാണ്, അതിനുള്ള സൂത്രവാക്യമാണ് ഇത്. സേവനം, ആരോഗ്യം, സംസ്കാരം അഥവാ സ്നേഹം. തയ്യാറാണോ?
जैसे मैंने अपना रास्ता तय कर लिया है कि जो ऊपर वाला कहता है वो करते रहो, बाकी सब ऊपर छोड़ दो। मैं अपनी तरफ से नहीं कह रहा हूँ, वही बात मैं आपके साथ दोहरा रहा हूँ। जो इशारा हमें मिल रहा है वो आप करते रहो, बाकी सब छोड़ो, बाकी सब अपने आप होता है। और आपकी शक्ति इतनी बढ़ जाती है, जहाँ आम आदमी अपना जीवन चलाने के लिए वो मुश्किलें का सामना करता रहता है, वहाँ आसिम के माध्यम से अस्तित्व ने हमें वो ताकत दी है कि पूरा दुनिया बदल सकते हैं। ये बात शायद देश का बड़े से बड़ा व्यक्ति नहीं कह सकता है, लेकिन आसिम के प्लेटफॉर्म से ये कह सकते हैं कि हम नए भारत का निर्माण कर सकते हैं। അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ മോളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അതനുസരിച്ച് ഇത് ആളിലേക്ക് എത്തിക്കുക, അത് മാത്രം ചെയ്താൽ അതിലൂടെ കിട്ടാൻ പോകുന്ന റിസൾട്ട് അതിശക്തമായിരിക്കും, വളരെ വലുതായിരിക്കും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സംവിധാനത്തിന്റെ ശക്തി കൊണ്ട് നേടിയെടുക്കും. അത് നമുക്ക് കാണാൻ കഴിയും. तो हम सब मैं समझता हूँ आप पूरी तरह से डिसाइड कर चुके हैं, रूपांतरण यात्रा का मकसद आप समझ चुके हैं, हमें जो बदलाव लाने हैं वो आप समझ चुके हैं। तो हम सब मिलकर आज संकल्प लेते हैं कि एक ऐसी घटना, एक ऐसा इतिहास बनाएंगे जो हजारों सालों में जैसा नहीं हुआ है वैसे कोई घटना घटित करें, तब तो आसिम करने का मजा है। अन्यथा ये सब मैं समझता हूँ उस चीज का उतना फायदा ही नहीं है। അതായത് യഥാർത്ഥത്തിൽ രൂപാന്തരം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. അത് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനോഭാവത്തോടുകൂടി നമ്മൾ പ്രതിജ്ഞയെടുത്ത് അത് നടപ്പിലാക്കുന്നതിന് പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം 1000 വർഷത്തിനിപ്പുറം നടക്കാത്ത ഒരു കാര്യമായിരിക്കും. നമ്മളെല്ലാവരും ചേർന്ന് ആശയങ്ങളുടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അത്തരത്തിലൊരു മാറ്റമായിരിക്കും നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് യഥാർത്ഥ നവഭാരതം. आपने मेरी बातों को ध्यान से सुना, मूर्ति जी ने आपको अपनी लैंग्वेज में अच्छी तरह से समझाया। और वैसे तो मैंने देखा है कि कुछ ज़्यादा शब्दों की जरूरत ही नहीं होती है, क्योंकि बात अगर यहाँ से निकली है और वहाँ तक चली गई है तो कोई भी शब्द की जरूरत ही नहीं होती। और आप लोग इतने अच्छे हैं, इतना मुझे अच्छा लगता है, क्या बताऊँ आपको, यहाँ आकर बहुत ही अच्छा लगता है। मैं उसको बयान भी नहीं कर सकता हूँ, क्योंकि मैं कहाँ एक राजस्थान का एक छोटे से गांव का रहने वाला इंसान, और आज मुझे केरल में आकर इतना जो वो आनंद मिलता है, इतना स्नेह मिलता है, इतनी सेना मिलती है। आपने मुझे उस लायक बनाया, यहाँ अगर मैं ऐसी बात बोल सकता हूँ तो मेरी क्या होगा। आपने मुझे दी है, वो शक्ति दी है, पूरे देश ने भी दी है, लेकिन आपका केरल का भी एक बहुत बड़ा हाथ है, जिसके माध्यम से आज हम वो बात सोचने के लायक बने हैं। तो बहुत अच्छा लगता है। मैं इतना ज़्यादा धन्यवाद देना चाहता हूँ कि मैं कैसे मुझे वो समझ में नहीं आता है। बहुत ज़्यादा मैं धन्यवाद देना चाहता हूँ आपको। और मैं साथ में एक कमिटमेंट करना चाहता हूँ कि मेरे लिए इस आसिम अभियान के अलावा जिंदगी में कुछ भी नहीं है। मेरे कुछ चाहिए, कुछ भी नहीं है। मुझे सिर्फ एक ही चाहिए, ऊपर वाले का बार बार इशारा है कि एक ऐसा देश बनाओ जहाँ हर कोई हर किसी के लिए जिए, आपस में बिल्कुल ऐसा एक ऐसा स्नेह बंधन हो और बड़ा आनंद आए जीने में। स्वर्ग के शब्द मरने के बाद नहीं लिखे, हमें एक ऐसा देश बनाना है जहाँ पूरी दुनिया बोले कि स्वर्ग में जाना होगा हिंदुस्तान में। അവസാനം പറയാനായി ആദ്യം പറയാം. അതായത് സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടല്ല യഥാർത്ഥ സ്വപ്നം. സ്വർഗം കാണണമെങ്കിൽ ഭാരതത്തിൽ പോകണം, ഇന്ത്യയിൽ പോകണമെന്ന് ആളുകളെ കൊണ്ട് പോയിക്കണം.
എങ്ങനെ ഈ പറയുന്ന കൂട്ടായ്മയുടെ ശക്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ആശയമാണ് ഏറ്റവും പ്രിയോറിറ്റി. ഇതിനപ്പുറം എന്റെ ജീവിതത്തിൽ മറ്റൊന്നില്ല. എല്ലാം ആശയം സമർപ്പിതമാണ്. അപ്പോ ഈ നന്മ ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കി എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സ്നേഹം, പരസ്പരം, അതായത് ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് അവരവർ തിരിച്ചറിയുകയും മറ്റുള്ളവർ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സേവനം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെയാവണം നമ്മൾ, അങ്ങനെയാക്കണം ഇന്ത്യയെ. ആരോഗ്യ धन्यवाद। कौन कौन मेरे से दोस्ती करना चाहता है? सबको दिया। मेरी दोस्ती की राह थोड़ी मैंने बता दी है। आपको अपने सारे पर्सनल स्वार्थ छोड़ने होंगे। दोस्ती आपने सोचा कि दोस्ती का मतलब फोटो खिंचाना, मिलना, ऐसा नहीं है। दोस्ती का मतलब हमारी लाइफ अपने लिए है ही नहीं। वैसी दोस्ती कौन कौन करना चाहता है? एक बार आपको അതായത് എന്നോടൊപ്പം സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരാണെന്ന് ചോദിച്ചു. കുറച്ചുപേര് കൈമുക്കി. പക്ഷേ സൗഹൃദം പറയുമ്പോൾ അങ്ങനെയുള്ള സ്നേഹമല്ല, നമ്മൾ വിചാരിക്കുന്ന സൗഹൃദമല്ല. കാരണം രാജസ്ഥാനിൽ എവിടെയോ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആരും അറിയാതിരിക്കുന്ന ഞാൻ ഇന്ന് ഇവിടെ വന്നെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ സ്നേഹമാണ്. അതുപോലെയുള്ള സ്നേഹം കിട്ടണമെങ്കിൽ ആ തലത്തിൽ നമുക്ക് ആശയം ഏറ്റെടുക്കാൻ വേണം. അവനവന് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആശയം സമർപ്പിതമായി ചെയ്തുകൊണ്ട് അങ്ങനെ എന്റെ സ്നേഹം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെത്ര പേര് തയ്യാറാണ്? बहुत बहुत धन्यवाद। अब अंत में एक हिंदी का एक गीत है हिंदी में, परंतु वो दोस्ती की जो अंदर जो जाना है उसको, उस गीत को सुनेंगे। जिनको हिंदी आती है बहुत अच्छी बात है, जिनको नहीं आती है वो उस धुन के साथ ये भीतर जाने देते हैं। क्योंकि अभी हम दिमाग से सुन रहे हैं, दिल के अंदर कुछ जाने दें, कुछ उतरने दें। बस उसके बाद मैं अपना स्थान ग्रहण करूँगा। मैं रिक्वेस्ट करूँगा एक गीत അപ്പോ നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ലൊരു മ്യൂസിക്കാണ്. സാറും ഒരു പാട്ട് പാടണേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇങ്ങോട്ട് തിരികെയാണ്. അപ്പോ മനസ്സിലാകുന്നവര് അർത്ഥം ഉൾക്കൊള്ളുക, അല്ലാത്തവര് കേട്ട് ആസ്വദിക്കുക. ഗീത്